ആറ്റുകാലമ്മേ ഉണർന്ന ഉടനെ അവൾ ഭക്തിപൂർവ്വം മന്ത്രിച്ചു. പുലർച്ചെ എഴുന്നേറ്റ ഉടനെ അവൾ വ്രതശുദ്ധിയോടെ തലേ ദിവസം തന്നെ കരുതി വെച്ചിരുന്ന വിറകുകെട്ടുകളും പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളും ഭദ്രമായി എടുത്തു. ബസ് യാത്രയ്ക്ക് ശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ദൂരെ കാണുന്ന ക്ഷേത്ര ഗോപുരവും അവിടുത്തെ ഭക്തജന തിരക്കും കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആറ്റുകാലമ്മേ, അങ്ങയ്ക്കായി ഞാൻ വന്നതാണ്. പക്ഷേ ഈ പൊങ്കാലയുടെ പിന്നിലെ മഹത്വം എനിക്കറിയില്ല എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് എവിടെ അടുപ്പ് കൂട്ടണമെന്നറിയാതെ അവൾ ക്ഷമയോടെ കാത്തുനിന്നു. ആറ്റുകാലമ്മയോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നുവെങ്കിലും പൊങ്കാലയുടെ ആഴത്തിലുള്ള തത്വം അവൾക്കറിയില്ലായിരുന്നു. ചുട്ടുപൊള്ളുന്നവയിൽ ശക്തമാകുന്നു. എല്ലാവരും തങ്ങളുടെ ഇടം കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ അവൾക്ക് മാത്രം ഇടമില്ല. വഴിയരികിൽ വ്രതശുദ്ധിയോടെ അടുപ്പ് കൂട്ടിയിരുന്ന ഒരു മാതൃസ്നേഹമുള്ള സ്ത്രീ അവളെ അരികിലേക്ക് വിളിച്ചു. പുത്രി, എന്തിനാണ് നീ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. എന്റെ ഈ അടുപ്പിനരികെ നിനക്കും ഇടമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദേവിക്ക് നിവേദ്യമൊരുക്കാം. വിശ്വാസത്തോടെ യുവതി അവരുടെ അരികിലേക്ക് വന്നു. മതേ, ഞാൻ ആദ്യമായാണ് വരുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ വെയിലത്ത് നിന്ന് പൊങ്കാലയിടുന്നത് എന്തിനാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഈ പൊങ്കാലയുടെ പിന്നിലെ സത്യം ഒന്ന് പറഞ്ഞു തരുമോ? ആ മാതാവ് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കലം അടുപ്പത്ത് വെച്ചു. ജലം ചൂടായി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി. പുത്രി, ഇതിനു പിന്നിൽ വലിയൊരു സ്നേഹത്തിന്റെ കഥയുണ്ട്. നീതിക്ക് വേണ്ടി പോരാടിയ കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം ആറ്റുകാലിലെത്തിയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ ദേവിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നാൽ അവർക്ക് ദേവിക്ക് നൽകാൻ വലിയ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന അരിയും ശർക്കരയും ചേർത്ത് അവർ പായസം ഉണ്ടാക്കി നൽകി. ആ സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പൊങ്കാലയും. തുടർന്ന് ആ മാതാവ് യുവതിയോട് പറഞ്ഞു, ഇപ്പോൾ അരി കലത്തിലേക്കിടൂ. ഭക്തിയോടെ യുവതി അരി കഴുകിയിട്ടു. പുത്രി, ഈ പൊങ്കാല വെറും ഒരു പായസമല്ല. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന അരി വേവിച്ച് ഭക്തിയാകുന്ന ശർക്കര ചേർത്ത് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് യഥാർത്ഥ നൈവേദ്യം. ശർക്കരയും നാളികേരവും നെയ്യും ചേർന്നു മധുരഗന്ധം പരന്നു. ഈ വെയിലത്ത് നിൽക്കുന്നത് കഷ്ടമാണെന്ന് തോന്നാം. പക്ഷേ പാർവതി ദേവി മഹാദേവനെ ലഭിക്കാൻ സൂര്യതാപമേറ്റ് ചെയ്ത തപസ്സിനോട് തുല്യമാണ് ഈ വ്രതനിൽപ്പ്. ശരീരം വിയർക്കുമ്പോൾ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടും, മനസ്സും ശുദ്ധമാകും. അതുകൊണ്ട് ഇത് സമർപ്പണവും ശുദ്ധീകരണവും തന്നെയാണ്. പൊങ്കാല വെന്തു പാകമായി. ശർക്കരയുടെ മധുരവും നെയ്യുടെ സുഗന്ധവും ആ വായുവിൽ അലിഞ്ഞു ചേർന്നു. ഭക്തിയുടെ ആ പരകോടിയിൽ യുവതി കണ്ണുകൾ അടച്ച് കൈകൂപ്പി നിന്നു. മാതേ, വഴിതെറ്റി നിന്ന എന്നെ കൈപിടിച്ചു കയറ്റി. പൊങ്കാലയുടെ ഈ വലിയ സത്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതിന് നന്ദി. ഇത് വെറും ഒരു ആചാരമല്ല, എന്റെ തന്നെ ആത്മസമർപ്പണമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അകലെ ക്ഷേത്ര ഗോപുരത്തിൽ മണിനാഥം മുഴങ്ങി. ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി പോലെ ശാന്തിക്കാരൻ തെളിച്ച തീർത്ഥജലം അവളുടെ നെറുകയിൽ പതിച്ചു. ഒരു നിമിഷം അവൾ ആ ചൈതന്യത്തിൽ ലയിച്ചു നിന്നു. പ്രണാമം അർപ്പിച്ചു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് കൂട്ടിരുന്ന ആ മാതാവിനോട് യാത്ര ചോദിക്കാനായി അവൾ പിന്നോട്ട് നോക്കി. അവിടെ കണ്ട കാഴ്ച അവളുടെ ശ്വാസം നിലപ്പിച്ചു. തൊട്ടടുത്ത് വ്രതശുദ്ധിയോടെയിരുന്ന ആ മാതാവിനെ അവിടെയെങ്ങും കാണാനില്ല. അടുപ്പമില്ല, പുകയുന്ന കനലുകളുമില്ല. എന്നാൽ ആ സ്ഥാനത്ത് കുറച്ച് പുഷ്പങ്ങൾ മാത്രം. തുടർന്ന് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അവൾ ആ മണ്ണിലേക്ക് വീണു നമസ്കരിച്ചു. അവൾക്ക് മനസ്സിലായി, അലഞ്ഞു തിരിഞ്ഞ് തന്റെ ഭക്തിയെ വഴി നടത്താൻ, അറിവിന്റെ അമൃത് പകർന്നു നൽകാൻ ആ സാക്ഷാൽ ആറ്റുകാലമ്മ തന്നെയായിരുന്നു അവിടെ വന്നിരുന്നത്. തന്റെ പൊങ്കാല കാലത്തിൽ നിന്നും ഉയരുന്ന ദിവ്യ സുഗന്ധം അവൾ അത്ഭുതത്തോടെ അനുഭവിച്ചറിഞ്ഞു. ആറ്റുകാലമ്മേ, അങ്ങായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് ഹൃദയം വിതുമ്പി. ഓരോ പൊങ്കാലക്കാലത്തിനരികിലും തുണയായി ജഗദംബികയുണ്ടെന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞവൾ നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങി.